ദുരന്തഭൂമിയിൽ ഉറ്റവരെയും ഉടയവരെയും തേടി അലഞ്ഞ നായ്ക്കളെ ചേർത്തു പിടിച്ച അനിമൽ റെസ്ക്യൂ ടീം. വലിയ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാൻ സാധിക്കുന്നത്. അതിനിടയ്ക്ക് ആശ്വാസമാകുന്ന ചില കാഴ്ചകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് ആനിമൽ റെസ്ക്യൂ സംഘമാണ്. അവർ 2 നായ്ക്കളെ റെസ്ക്യൂ നടത്തി പോവുകയാണ്. ഒരാൾ വളരെ ക്ഷീണിതനാണ്. അയാളുടെ മുഖം കാണാൻ നമ്മൾ തൊടുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഒപ്പം സഹകരിച്ച് നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. പത്തനംതിട്ടയിൽ നിന്ന് എത്തിയ ആളല്ലേ, പറഞ്ഞു. അതെ, ഇവരെ കണ്ടാൽ തന്നെ അറിയാം, വളരെ വിഷമത്തോടെയാണ് ഇവരിവിടെ നിൽക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ തപ്പുന്നുണ്ട്. അവരുടെ ബന്ധുക്കളെ ആവാം. പിന്നീട് ഈ സൈഡിലായിട്ടിരുന്ന താഴെയുള്ള മുണ്ടക്കൈയിലെ താഴെ ദുരന്ത സ്ഥലം വീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്ന കാഴ്ചകളാണ് വീഡിയോയിലൊക്കെ കണ്ടിരുന്നത് ഞങ്ങൾ. പിന്നെ ഇദ്ദേഹം അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇടയ്ക്ക് കയറുകയും പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അങ്ങനെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇപ്പം ഞങ്ങളുടെ കൂടെ വരാൻ പോലും അദ്ദേഹത്തിന് ഈ ഒരു അമ്മ നായിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളിതിൻ്റെ കുട്ടികൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കി, പക്ഷേ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് തന്നെ കഴിഞ്ഞാൽ സുരക്ഷിതമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ താൽക്കാലികമായി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അതെ, ക്ഷീണിതനാണ്, ഒത്തിരി ടെൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിന്നുകൊണ്ട് ഉറങ്ങുന്നുണ്ട് ആള്. നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് പോവാണ്. കാരണം ഉറക്കമില്ലാതെ ഈ കാഴ്ചകളെ കണ്ട് വളരെ ദുഃഖത്തോടെയാണ് ഈ നായ ഇപ്പോഴും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. കാരണം വളരെ അനുസരണയോടെ, ഇപ്പം എനിക്ക് സാധാരണ നായ്ക്കളെ എനിക്ക് വളരെ പേടിയാണ്. പക്ഷേ ഞാൻ നിൽക്കുമ്പോൾ തൊടുമ്പോൾ അവൻ വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നു. ഇവനും ചില കഥകൾ പറയാനുണ്ടായിരിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ അവൻ മൗനത്തിലാണ്. അവൻ്റെ കുട്ടിയായിരിക്കും തരുന്നത്. മറ്റേ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരാളെ റെസ്ക്യൂ ടീം. ചേട്ടൻ്റെ പേരുടെ രഞ്ജു എന്നാണ്. ഇത് നിങ്ങൾ ഇവരെ എങ്ങനെയാണ് ഇനിയിപ്പം പുനരധിവാസം? ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നതാണ്. ആരോ എന്ന് പറഞ്ഞാൽ ഇവർ PFIൻ്റെ ഒരു സംഘടനകളാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ ഒരു ഷെൽട്ടർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇവരെ നിർത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്നാലും അവിടെ രാത്രിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ, അതായത് നമ്മുടെ ഗ്രൂപ്പിലും പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇവരെ അഡോപ്ഷനുള്ള കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സംരക്ഷണത്തിൽ തന്നെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ആരെങ്കിലും ഏൽപ്പിക്കും. ഇതിൻ്റെ യഥാർത്ഥ ഓണേഴ്സ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ക്യാമ്പിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാമ്പിൽ തിരിച്ച് വരുവാണെങ്കിൽ, അവർ വരുന്ന സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇതിൻ്റെ എല്ലാ റെക്കോർഡും നമ്മളിലുണ്ടാവും. ആരെ കൊടുക്കുന്നു, ആരെല്ലാം ഏൽപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് ഇവരെ. ഒരു കാര്യം, ഇവർ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവരുടെ ഒരു ദയനീയ സാഹചര്യം, അവിടെ തപ്പി നിൽക്കുന്ന സാഹചര്യം. ഈ നായ്ക്കളോട് നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാകില്ലായിരിക്കാം, പക്ഷേ ഇവരോടുള്ള പെരുമാറ്റം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര അച്ചടക്കത്തോടെ ആ വിഷമം ഈ മുഖത്ത് കാണുമ്പോൾ അറിയാം, അത് ഉറങ്ങിപ്പോകുന്നുണ്ട്. എങ്കിൽ പോലും എന്തായാലും ഇവർ നമ്മുടെ നാട് മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടൊപ്പം ഉണ്ടെന്ന വലിയ സന്ദേശം കൂടിയാണ് ഈ വയനാട് പകർന്നു നൽകുന്നത്. എന്തായാലും ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷ് കൊടുമ്പിനൊപ്പം വയനാട്ടിൽ നിന്ന് സുജു ടി ബാബു, കൈരളി ന്യൂസ്.